ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൈ ബി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ വീഡിയോ ആണ്. കളക്ഷൻ എന്ന് പറയാൻ പറ്റുമോ അറിയത്തില്ല. എൻ്റെ ആർട്ട് ഐറ്റംസ്, കുറച്ച് പെയിൻറ്റിങ് ഐറ്റംസ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളില്ലേ. അപ്പോൾ അത് ഞാനൊരു സെക്ഷനിലാണ്, എൻ്റെ വാർഡ്രോബിൽ ഒരു സെക്ഷനിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സെക്ഷനിലുള്ള ഐറ്റംസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം നമ്മുടെ ഡ്രോയിങ് സെക്ഷനിൽ. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഞാൻ തുറക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഡ്രോയിങ് സെക്ഷൻ കേട്ടോ. അപ്പോൾ ആർട്ട് ഐറ്റംസ് ഒക്കെ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെയായിട്ട് ആദ്യം തന്നെ വരുന്ന ഇതുപോലത്തെ ഒരു ഹോൾഡറാണ്. ഇതിലുള്ളത് മാർക്കേഴ്സാണ്. ഇതാ ഒരു 5-8 ഉണ്ട് മാർക്കേഴ്സ്, പെർമനൻറ്റ് CD മാർക്കേഴ്സ്, അങ്ങനത്തെയൊക്കെയാണുള്ളത്. പിന്നെ ഈ ഹോൾഡർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ ഹോൾഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾഡർ ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസിലുണ്ടാവും. നല്ല രസമാണ് ഇതിൻ്റെ, നല്ല ഭംഗിയുള്ളൊരു ഹോൾഡറാണ്, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് മാർക്കേഴ്സൊക്കെ ആദ്യം തന്നെ വെക്കാറുള്ളത്. ഇങ്ങനത്തെ കുറച്ച് മാർക്കേഴ്സൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിലാണ് വെച്ചത്. ഇതാ നല്ല മുത്തൊക്കെ ഒടിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഐറ്റം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഹോൾഡറാണ്. ഇതാ ഇങ്ങനൊരു ഹോൾഡറുണ്ട്. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ഇതിലിങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ബ്രഷ് പെൻ ഉണ്ട്, ഡോംസിൻ്റെതാണ്. പിന്നെ ഡോംസിൻ്റെ ഓയിൽ പേസ്റ്റിലുണ്ട് കുറച്ചെണ്ണം. പിന്നെ ഗ്ലിറ്റർ പെൻസ് ഉണ്ട് കുറച്ചെണ്ണം, നമ്മൾ ആർട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് മിനി ആയിട്ടുള്ള കുഞ്ഞ് സ്കെച്ചില്ലേ, അതാണ് കുറച്ചെണ്ണം ഉള്ളത്. പിന്നെ ഇപ്പുറത്തായിട്ട് ഒരു മാർക്കർ ഉണ്ട് ഗ്രീൻ കളറിൽ. അത് കഴിഞ്ഞിട്ട് വൈറ്റ്നർ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഒരു ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് വലിയ ഒരു സ്റ്റീൽ സ്കെയിലുണ്ട്. ഈ ഒരു ബോക്സും ഈ ഒരു ഓർഗനൈസറും ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. കുറേ കാർഡ്ബോർഡ് ബോക്സ് കൂട്ടി ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് കുറച്ച് ഡ്രോയിങ് ബുക്സാണ് ഉള്ളത്. ഒരു 5 ഡ്രോയിങ് ബുക്കുകളുണ്ട്. ഇതിലൊക്കെ കുറേ ഡ്രോയിങ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഇങ്ങനത്തെ ഒരു ഹോൾഡറാണ്. ഇതും കാർഡ്ബോർഡ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്ത ഒരു ഹോൾഡറാണ്. ഇതിൽ കുറേ ബ്രഷസ് ആണ് ഉള്ളത്. പല ടൈപ്പുള്ള ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷസ് കേട്ടോ. ഇതിൽ പലതിലും കുറേ പെയിൻറ്റൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് ഇതായിട്ടുണ്ട്, കുറച്ച് ഗ്ലിറ്ററൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെയുള്ള അതാണ്. പല ടൈപ്പ് കുറച്ച് ബ്രഷസ് ഉണ്ട്. ഇതാണ് ഞാൻ എല്ലാ പെയിൻറ്റിങ്ങിനും ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് പെയിൻറ്റൊക്കെ ആയിട്ട് ആകെ ഇതായി കിടക്കുകയാണ്. എന്നാലും അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഇതുപോലത്തെ ഒരു സ്പോഞ്ചാണ്. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പോഞ്ചാണ്. അപ്പം എനിക്കിത് എന്തിൻ്റെ കൂടെ കിട്ടിയ സമയത്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഞാൻ എന്താ കുറച്ച് യൂസൊക്കെ ചെയ്തിട്ടുണ്ട്, ബേസ് കോട്ടൊക്കെ അടിക്കാനായിട്ട് ബോട്ടിൽ ആർട്ടിന്. അപ്പോൾ അതങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ വേറൊരു ഇതുണ്ട്. ഇതിലെന്തൊക്കെ ഉണ്ട് നോക്കാം. ഇതിൽ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ സംഭവമുണ്ട്. ഇത് ഞാനൊന്ന് ആദ്യം പെയിൻറ്റിങ് ചെയ്ത് നോക്കി കൊളായതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കാണ്, ഞാൻ കളഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഡോംസിൻ്റെ ഒരു വാക്സ് ക്രയോൺ ഉണ്ട്, ഫേബർ കാസ്റ്റിൻ്റെ ക്രയോണും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പുറത്തോട്ടായി കിടക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടിയിൽ ഇട്ട് വെച്ചത്. പിന്നെ അതല്ലാതെ ഇതിൽ കുറച്ച് ഇങ്ങനത്തെ ചോക്കൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതാ കളറുള്ള വേറെ പിങ്ക് ചോക്കുണ്ട്, അതൊക്കെ ഉണ്ട്. ഞാനിതിലെടുത്ത് വെച്ചേക്കാണ്. ഒക്കെ കൂടി ഇങ്ങനെ ആയി പോയപ്പോൾ പുറത്തായപ്പോൾ പെട്ടി കയറിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന ഒരു പെട്ടിയാണ്. അത് ആ മൂലയിലാണ് വെച്ചിട്ട് എടുത്ത് മാറ്റണം. അടുത്തതായിട്ട് ഇതാ ഇതിൻ്റെ ഇടയിലായിട്ട് വേറൊരു ഇതുണ്ട്. ഇതൊരു വാക്സ് ക്രയോണാണ്. 26 ഷെയ്ഡുള്ള ക്യാമലിൻ്റെ ഇതാണ്. ഇതും എനിക്ക് കുറച്ച് വലുതാണല്ലോ, കുറച്ച് വേറെ ടൈപ്പ് കളേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ ഓരോ ഐറ്റംസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ വിചാരിച്ചിട്ട് അതുണ്ട്.
പിന്നെ ഉള്ളത് നമ്മളെ ഫെവിക്രിലിൻ്റെ ഒരു പേസ്റ്റൽ അക്രിലിക് കളേഴ്സിൻ്റെ സെറ്റാണ് 6 കളറുള്ളത്, അതുണ്ട്. പിന്നെ ഇതാ ഒരു പാലറ്റ് ഉണ്ട്, ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്ന പാലറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷസ് പോലെ തന്നെ ഇതും അത്യാവശ്യമായ അവസ്ഥയിലാണ്, കണ്ടോ. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന തന്നെ നമ്മളെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണിത് ബോക്സ്. ഇതിലൊക്കെ ഉള്ളത് എൻ്റെ കളേഴ്സാണ്, ഇങ്ങനത്തെ ഫാബ്രിക് കളേഴ്സ് ഇല്ലേ, എക്രിലിക് കളേഴ്സ്, അതൊക്കെയാണ്. ഇതാ ഇതിലൊരു ബ്രഷൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 2 സെക്ഷനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലാണ് ഞാനൊക്കെ ഇട്ട് വയ്ക്കാറ്. അപ്പോൾ അത് മാറ്റാം. അടുത്തത് വേറെ ബ്രഷ് പെന്നാണ്, നമ്മുടെ ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെൻസില്ലേ. ഇത് നമ്മുടെ നോർമൽ, ഇത് പേസ്റ്റലായിട്ടുള്ള ബ്രഷ് പെന്ന്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇത് എൻ്റെ പണ്ടത്തെ ഒരു സെറ്റാണ്, കുറച്ച് ആർട്ട് കിറ്റാണ്, ഒരു ആർട്ട് കിറ്റാണ്. സ്കൂളിൽ നിന്ന് വന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്, കുറച്ച് പഴക്കമുണ്ട്, എന്നാലും അതിൽ അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നല്ലൊരു സെറ്റാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ആർട്ട് സെറ്റ്. നിങ്ങൾക്ക് ആർട്ടിൻ്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു, ആർട്ട് ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ.